We salute real heroes. രോഗിയാകാനും ഒറ്റപ്പെട്ട് ജീവിക്കാനും ഒരു മനുഷ്യജീവിയും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. എന്നിട്ടും ആരുടെയൊക്കെയോ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ഭൂതകാലം ഓർമ്മകളിൽ സൂക്ഷിച്ച് അവർ തെരുവുകളിൽ അലയുന്നു. വെയിലും മഴയുമേറ്റ് കടത്തിണ്ണകളിൽ കഴിയുന്ന ആ അനാഥ ജന്മങ്ങളുടെ സങ്കടം നന്നായി അറിഞ്ഞു മുരുകൻ. അനാഥനായിരുന്നില്ല മുരുകൻ, എങ്കിലും തെരുവിൽ അലഞ്ഞു നടന്നായിരുന്നു ജീവിതം. അരക്ഷിതബോധവും അരാജകത്വവുമായിരുന്നില്ല ആ ജീവിതം മുരുകന് സമ്മാനിച്ചത്. ആർക്കും വേണ്ടാതെ തെരുവിൽ അടിഞ്ഞുകൂടുന്നവർക്ക് ഒരു തുണ, സുരക്ഷിതമായി അവർക്കുറങ്ങാൻ ഒരു അഭയസ്ഥാനം. അതാണ് താൻ വളർന്ന തെരുവിന് മുരുകൻ തിരികെ നൽകിയത്. പീരുമേട് സ്വദേശിയായ ഷൺമുഖത്തിന്റെയും വള്ളിയുടെയും മകനാണ് മുരുകൻ. പീരുമേട്ടിൽ നിന്ന് എറണാകുളത്തെ ഒരു കോളനിയിലെ 3/4 സെന്റ് സ്ഥലത്തേക്ക് ആ കുടുംബം ചേക്കേറി. അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതെ പോയ ബാല്യം മുരുകൻ തെരുവിൽ അലഞ്ഞു നടന്ന് ചെലവഴിച്ചു. എച്ചിൽ കൂന ചികഞ്ഞ് വിശപ്പടക്കിയും ആക്രി പെറുക്കി വിറ്റ് സിനിമ കണ്ടും തോന്നിയ പോലെ വളർന്ന ഒരു ബാല്യം. അച്ഛൻ്റെ മദ്യപാനം കാരണം തെരുവിലേക്ക് ഇറങ്ങേണ്ട വന്നൊരു ബാല്യമായിരുന്നു എൻ്റെത്. ഞാൻ എറണാകുളം മാർക്കറ്റിലും പരിസരത്തുമായിട്ടാണ് ബാലവേല ചെയ്യുകയും ബാലവിഷാടനം ചെയ്യുകയും അവിടെ ആളുകൾ വേസ്റ്റിൽ കൊണ്ടിടുന്ന ഭക്ഷണമൊക്കെ ഭക്ഷിക്കുകയും അതുപോലെ തെരുവിൽ നടക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ തെരുവിൽ നടക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി വിശന്ന് നടക്കുകയായിരുന്നു ശരിക്കും ചെയ്തത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ തെരുവിൽ കിടപ്പുണ്ടാവും, അവരുടെ കൂടെയൊക്കെ ആയിരുന്നു. പിന്നെ പലപ്പോഴും അന്തി ഉറങ്ങിയിരുന്നത് തെരുവോരങ്ങളിലാണ്. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഭിക്ഷയായി തരുന്ന പൈസ കൊണ്ടുപോയിട്ട് കടയിൽ നിന്ന് വല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ തോന്നുമ്പോൾ എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലും. വീട് ഗാന്ധിനഗർ അടുത്തുള്ള ഒരു കോളനിയിലായിരുന്നു. ഇടയ്ക്ക് അവിടെ ചെല്ലും. എച്ചിൽ കഴിച്ച് വിശപ്പടക്കുന്ന ആ 8 വയസ്സുകാരൻ പള്ളുരുത്തി സ്നേഹഭവനിലെ ബ്രദർ മറവൂരിസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എച്ചിൽ തിന്നരുതെന്ന് ഉപദേശിച്ച ബ്രദർ പിറ്റേന്ന് മുരുകന്റെ കോളനിയിലെത്തി. വീട്ടുകാരുടെ സമ്മതത്തോടെ അദ്ദേഹം മുരുകനെ പള്ളുരുത്തിയിലെ സ്നേഹഭവനിൽ എത്തിച്ചു. അങ്ങനെ തെരുവിൽ എങ്ങനെയോ വളരേണ്ടിയിരുന്ന മുരുകന്റെ ജീവിതം മറ്റൊരു വഴിക്കായി. 8 വർഷം സ്നേഹഭവനിൽ താമസിച്ചു. പഠനത്തോടൊപ്പം കൽപ്പണിയും മരപ്പണിയും പഠിച്ചു. വീണ്ടും തെരുവിലേക്ക്. കിട്ടുന്ന ജോലികളെല്ലാം ചെയ്തു. ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി, മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം ചെയ്തു. പെയിന്റിംഗ് തൊഴിലാളിയും പത്രവിതരണക്കാരനുമായി. അപ്പോഴൊക്കെ തെരുവു ജീവിതങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒപ്പമുണ്ടായിരുന്നു മുരുകൻ. പകൽ തെരുവിൽ കുട്ടികൾക്കൊപ്പം, രാത്രിയിൽ വരുമാനത്തിനായി ഓട്ടോക്കാരനായി. അങ്ങനെ കിട്ടുന്ന വരുമാനം തെരുവിലെ കൂട്ടുകാരുമായി പങ്കിടും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണ് പത്രം വിറ്റുകൊണ്ടിരുന്നത്. 20 പൈസ കിട്ടും പത്രം വിറ്റിട്ടുണ്ടെങ്കിൽ. ആ ഒരു പത്രം വിറ്റാൽ 20 പൈസ കിട്ടും. അങ്ങനെ പത്രം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് തെരുവോരം എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയതും ഒരു ഓട്ടോറിക്ഷ മേടിച്ചതും. പിന്നെ ഓട്ടോറിക്ഷ മേടിച്ച് ഇങ്ങനെ ആളുകളെയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. ആളുകളെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വഴിയിൽ കുട്ടികളെയൊക്കെ ആയിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇഷ്ടംമാതിരി കുട്ടികളുണ്ടായിരുന്നു. കണ്ണ് പൊള്ളിച്ചതും കാല് പൊള്ളിച്ചതും ഭിക്ഷാടന മാഫിയ ഭിക്ഷാടനത്തിനായി കുട്ടികളെ ഉപയോഗിച്ചിരുന്നതും. അന്ന് കുട്ടികൾക്ക് വേണ്ടി നിയമമൊക്കെ ഉണ്ടെങ്കിലും ആ നിയമമൊന്നും ഫലപ്രദമല്ലായിരുന്നു. ഇതിനിടയിൽ വർഷങ്ങളായി കുളിക്കാതെയും വസ്ത്രം കഴുകാതെയും ജീവിക്കുന്നവരെ കുളിപ്പിക്കാനും പുതിയ വസ്ത്രം ധരിപ്പിക്കാനും സമയം കണ്ടെത്തി. ഓരോ ദിവസവും കൺമുന്നിലെ ജീവിതങ്ങൾ മുരുകനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഇവർക്കായി ഒരു സുരക്ഷിത താവളം വേണമെന്ന്. അടുപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോടും അടുത്ത സുഹൃത്തുക്കളോടും ആശയം പങ്കിട്ടു. എല്ലാവരും ആ ആശയത്തെ പിന്താങ്ങി. അങ്ങനെയാണ് തെരുവോരം എന്ന സംഘടനയുണ്ടായത്. 2007 സേവന പ്രവർത്തനങ്ങൾക്കായി തെരുവോരം രൂപീകൃതമായത്. 7 വർഷം പിന്നിടുമ്പോൾ തെരുവോരം അഭയമേകിയത് 5000-ഓളം തെരുവു മക്കൾക്ക്. വഴിയിലെ ആളുകളെ എടുക്കാൻ വേണ്ടി ചെല്ലാൻ നേരത്ത് ആളുകളൊന്നും പോരത്തൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് അന്ന് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഉണ്ടായില്ല. ഒരാളെ വഴിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഡാമേജായ ആൾക്കാരാണ്. പുഴു അരിച്ചവരും കുഷ്ഠരോഗം ബാധിച്ചവരും അല്ലെങ്കിൽ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായ ആളുകളാണ്. അപ്പോൾ അവരെ നമ്മൾ തെരുവിൽ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മണം കൊണ്ടാണെങ്കിലും രോഗം കൊണ്ടാണെങ്കിലും ആരും എടുക്കൂല. അപ്പോൾ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ മറ്റു വണ്ടിയൊക്കെ വിളിക്കുമ്പോൾ വണ്ടിക്കാർ പോലും വരില്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒരാളെ തെരുവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 5, 6, 7 മണിക്കൂറൊക്കെ കാത്തിരുന്ന ശേഷമാണ് ഈ ആളുകളെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ പലപ്പോഴും പോലീസ് വണ്ടി ഞങ്ങൾക്ക് ലഭ്യമാകുമായിരുന്നു. ബുദ്ധിസ്ഥിരതയില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരും കുഷ്ഠരോഗികളും ഉൾപ്പെടെയുള്ളവരെ മുരുകൻ ഏറ്റെടുത്തു. ലഹരിക്കടിമകളായി ജീവിതം പാഴാക്കുന്നവരെ ആവും പോലെ ഉപദേശിച്ച് കൂടെ കൂട്ടി.
ഭിക്ഷാടനത്തിനായി കടത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്കും മുരുകൻ പലപ്പോഴും രക്ഷകനായി. ഇതിനിടയിൽ മനോരോഗത്തിന്റെ പേരിൽ വീട്ടുകാർ ഉപേക്ഷിച്ചവരും ട്രെയിൻ മാറിക്കയറി വഴിതെറ്റി പോകുന്നവരുമെല്ലാം മുരുകന്റെ തെരുവോരത്തിലെത്തി. പണവും സമയവും ചെലവഴിച്ച് മുരുകൻ പലരുടെയും വീട്ടുകാരെ കണ്ടെത്തി. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതലുമായി ആളുകളുടെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ കുട്ടികൾ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത്. പ്രായമായ വൃദ്ധരും വികലാംഗരും മാനസരോഗികളുമായ ആളുകൾ ഇവിടെ വഴിയിൽ കിടപ്പുണ്ട്. ഇവിടെ എറണാകുളം നഗരത്തിൽ ഒരു ദിവസം രാത്രിയിൽ അന്തി ഉറങ്ങുന്ന ആളുകളുടെ എണ്ണം 2000-ലധികം ആളുകൾ രാത്രി മാത്രം ഇവിടെ അന്തി ഉറങ്ങുന്നുണ്ട് റോഡുകളിൽ. വൈറ്റ് കോളർ ജോലി പോലെ വൈറ്റ് കോളർ സേവനത്തിനായി സംഘടനയുണ്ടാക്കുന്നവർക്ക് മുരുകന്റെ തെരുവോരം അപമാനമായി. മനുഷ്യവിസർജ്യത്തിൽ പുഴുവരിക്കുന്ന വ്രണങ്ങളുമായി കഴിയുന്നവരെ പോലും മുരുകൻ കോരിയെടുത്തു. കുളിപ്പിച്ചു വൃത്തിയാക്കി മരുന്നും ഭക്ഷണവും നൽകി അവർക്ക് പുതിയൊരു ജീവിതം നൽകി. നമ്മൾ എടുത്തു കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി പല പല കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തു വരുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് ഇത്തരത്തിൽ വരുന്ന ആളുകളെ എല്ലാ സംഘടനകളും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ തെരുവിലെ ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ബന്ധുക്കളുണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ട, അല്ലെങ്കിൽ കൃത്യമായ ഒരു എന്താ പറയുക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആൾക്കാരാണ്. അപ്പോൾ ഇവരെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഭയന്നുകൊണ്ട് പല അനാഥാശ്രമങ്ങളും ഇത്തരം ആളുകളെ എടുക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന ആളുകളെ മാനേജ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഞാൻ തെരുവിൽ പോയി ആൾക്കാരെ മുടി വെട്ടി കുളിപ്പിച്ചുകൊണ്ടിരുമ്പോൾ എന്നെ ഭ്രാന്താന്ന് വിളിക്കുന്ന ആൾക്കാരുമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിന്റെ ദുരിതകാലങ്ങൾ മനുഷ്യനെ എങ്ങനെ തകർത്തു കളയുമെന്ന് മുരുകന് മനസ്സിലായി. അതിനായി ലോക ക്ലാസിക്കുകൾ വായിക്കേണ്ടി വന്നില്ല. മതഗ്രന്ഥങ്ങളോ ആധ്യാത്മിക ഗ്രന്ഥങ്ങളോ പകർന്നു നൽകിയ തിരിച്ചറിവായിരുന്നില്ല അത്. വെറും മനുഷ്യനായി ജീവിച്ച് മനുഷ്യനെ തിരിച്ചറിയുന്ന യഥാർത്ഥ മനുഷ്യത്വം അതായിരുന്നു മുരുകനിൽ ഉണ്ടായിരുന്നത്. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും മടിക്കുന്നവരുടെ ലോകത്ത് ആരെന്നു പോലും അറിയാത്തവരുടെ നേർക്കാണ് മുരുകൻ കൈകൾ നീട്ടുന്നത്. സ്വന്തം പേരും എവിടെ ജനിച്ചെന്നും മറന്നുപോയവർ ആ കൈകളിൽ അഭയം കാണുന്നു. മിക്കവരുടെയും ഊരും പേരും തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായി മുരുകൻ തിരികെ അയക്കുന്നു. മുരുകന്റെ സേവനങ്ങൾക്ക് അംഗീകാരമായി സർക്കാരിന്റെ സഹായവും എത്തി. കളക്ട്രേറ്റിന് സമീപം 15 സെന്റ് സ്ഥലവും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടവും. കാക്കനാടുള്ള തെരുവ് വെളിച്ചമെന്ന ഈ കേന്ദ്രത്തിലാണ് ഇപ്പോൾ മുരുകന്റെ പ്രവർത്തനങ്ങൾ. 2013 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരുവ് വെളിച്ചം പുനരധിവാസ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2012 രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ തെരുവ് വെളിച്ചം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചിട്ട് സർക്കാരിന് ഞാൻ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ സമീപിക്കുകയും ഉമ്മൻചാണ്ടി സാർ അത് ബഹുമാനായ മന്ത്രി MK മുനീർ സാറിന് അത് കൈമാറുകയും തുടർന്നാണ് 2013 തെരുവ് വെളിച്ചം എന്നൊരു പദ്ധതി ആശയത്തിൽ വരികയും ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയും ചെയ്തു. ആ പദ്ധതി നടപ്പാക്കിയ ശേഷം നമുക്കിപ്പോൾ 800ഓളം മനുഷ്യരെയാണ് തെരുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ബുദ്ധിസ്ഥിരതയില്ലാതെ തെരുവിൽ അലയുന്നവരെയും ട്രെയിൻ തെറ്റിയെത്തുന്നവരെയും അനാഥ വാർദ്ധക്യങ്ങളെയും പോലീസ് ആദ്യം എത്തിക്കുന്നത് തെരുവ് വെളിച്ചത്തിലാണ്. കോടതി നിർദ്ദേശപ്രകാരവും പലരുടെയും സംരക്ഷണം തെരുവ് വെളിച്ചം ഏറ്റെടുക്കുന്നു. അമ്മയും അക്കയും ചേർന്ന് അമ്പാട്ടിയെ വണങ്ങാനായി കൂട്ടിക്കൊണ്ടുവന്നതാണ് വിജയലക്ഷ്മിയെ. മധുര മീനാക്ഷിയുടെ മുന്നിൽ നിന്നും അവർ വിജയലക്ഷ്മിയെ ചോറ്റാനിക്കര അമ്മയ്ക്ക് കാഴ്ചവെച്ച് സ്ഥലം വിട്ടു. ബുദ്ധിസ്ഥിരതയില്ലെങ്കിലും വിജയലക്ഷ്മിക്ക് അറിയാം അമ്മയും അക്കയും തന്നെ ഉപേക്ഷിച്ചതാണെന്ന്. கோயிலுக்கிட்ட வந்தோம். கேரளாவில் அந்த பட்டியக்கல் மாதிரி இருக்குமே அந்த கோயிலுக்கிட்ட வந்தோம். அக்கா அம்மா விட்டுட்டு போயிட்டாங்க. മകളെ പഠനത്തിനായി ക്രൈസ്തവ മഠത്തിലാക്കി ഭിക്ഷയെടുത്ത് കഴിയുകയായിരുന്നു തോമസ്. തോമസിനും ഇപ്പോൾ ആശ്രയം തെരുവ് വെളിച്ചം. അത് കാര്യം ഒരു വർഷം തളർന്നു പോയതാണ്. പിന്നെ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാണ് ജീവിക്കുന്നത്, ഭിക്ഷ കഴിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഒരു ചേച്ചി എന്നെ കൊണ്ട് ഇവിടെ ആക്കിയതാണ്. ആന്ധ്രയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ട്രെയിൻ മാറിക്കയറിയെത്തിയതാണ് ഭാഗ്യലക്ഷ്മി. മാനസിക അസ്വസ്ഥത സഹിക്കാനാകാതെ അക്രമാസക്തിയാകാറുണ്ട് ഭാഗ്യം. ഏതൊക്കെയോ ഓർമ്മകളിൽ ഒരു നിമിഷം പോലും സ്വസ്ഥയാകാൻ കഴിയുന്നില്ല ഈ സ്ത്രീക്ക്. ഇത്രമാത്രം അസ്വസ്ഥമാക്കുന്നത് എന്താകുമെന്ന് അവളുടെ ഭാഷയിൽ ചോദിച്ചറിയാനും അത് കേൾക്കാനും ആരുമില്ല.
പത്തനംതിട്ടയിലെ നാരങ്ങാനത്ത് കടമുക്കിലാണ് വീടെന്ന് ആവർത്തിച്ചു പറയുന്നു കുഞ്ഞുമോൾ. എല്ലാവരെയും നിയന്ത്രിക്കാനും കാര്യങ്ങൾ ഓക്കെയല്ലേ എന്നുറപ്പാക്കാനും നിഷാന്തും മുരളിയും. എപ്പോഴും മാറി മാറി വസ്ത്രം ധരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന റോസി. അങ്ങനെ 25 പേരുണ്ട് ഇപ്പോൾ തെരുവു വെളിച്ചത്തിൽ. പല മാനസികാവസ്ഥയിലുള്ളവരെ ഒന്നിച്ചു പാർപ്പിക്കുമ്പോൾ അസ്വാരസ്യങ്ങളും പതിവാണ്. പലരെയും താൽക്കാലികമായാണ് ഇവിടെ പാർപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ വർഷങ്ങളായി കണ്ടുറയ്ക്കുന്ന ഒരു ബന്ധം ഇവർക്കിടയിലില്ല. ചില ആളുകൾ വരുമ്പോൾ അവരുടെ പിന്നെ അവർ നല്ല കുടുംബത്തിൽ ജീവിച്ചവരായിരിക്കാം, അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചവരായിരിക്കും. അപ്പോൾ തെരുവിൻ്റെ ഇടയിൽ വന്ന് തെരുവിൽ കിടക്കുന്ന ആളുകളുടെ ഒപ്പം കിടക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. തെരുവിൽ തന്നെ ജീവിച്ചാൽ മതി, തെരുവിൽ 3 നേരം ഭക്ഷണം കിട്ടും, ഭിക്ഷ കിട്ടും, ആൾക്കാർ പൈസ തരും, അവിടെ നിന്ന് മദ്യപിച്ച് തെരുവിൽ തന്നെ ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുമുണ്ട്. പിന്നെ കുറേ പേര് ഇവിടെ വരുമ്പോൾ ജീവിതത്തെ തിരിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. We salute real heroes. അഭയകേന്ദ്രമാണെങ്കിലും നിലവിളിയും അട്ടഹാസവും ആക്രമണവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് തെരുവ് വെളിച്ചത്തിൽ. അബോധ മനസ്സിന്റെ ജൽപ്പനങ്ങൾ അസഹ്യമാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല തെരുവ് വെളിച്ചത്തിലെ അന്തേവാസികൾ. കരുതൽ വേണം രാവും പകലും. മതമിളകിയ ആനേനെ നമ്മൾ നിയന്ത്രിക്കാൻ പെടുന്ന പാട് പോലെ തന്നെയാണ് ഈ മതമിളകിയ ആനേനെ നമ്മൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ ആ മതമിളകിയ ആനേനെ നമ്മൾ അടക്കാൻ ശ്രമിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ മനുഷ്യനും ഭ്രാന്തായാലും മനുഷ്യനെ എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വലിയൊരു ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ മാനസരോഗികളും മനുഷ്യരും തെരുവിൽ കിടന്നാൽ നമ്മുടെ മനുഷ്യർ കണ്ടിട്ട് കാണാതെ പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ കണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ മാറണം. കാരണം നമ്മൾ തെരുവിൽ കാണുന്ന ആളുകളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു ഫോൺ കോളെങ്കിലും ചെയ്ത് ഒരാളിവിടെ കിടപ്പുണ്ടെന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. വളരെ സ്നേഹത്തോടെയും അനുസരണയോടെയും പെരുമാറുന്ന പലരും അപ്രതീക്ഷിതമായി അക്രമാസക്തരാകാറുണ്ട്. ഇവരെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ ഇവിടെ TV തല്ലിപ്പൊളിച്ച ആൾക്കാരുണ്ട്, ഞങ്ങളെ തന്നെ ആക്രമിക്കുന്ന ആൾക്കാരുണ്ട്. മാനസികരോഗം എപ്പോൾ വരും എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ചില സമയത്ത് ചിലപ്പോൾ മാനസിക പ്രശ്നമല്ലായിരിക്കും, റോട്ടിൽ കിടന്ന ഒരാളെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവരുമ്പോഴായിരിക്കും ആൾ വയലൻ്റ് ആകുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അദ്ദേഹം ഡോക്ടറിനെ വിളിക്കുകയോ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് രോഗം വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുരുകൻ. സമയം കിട്ടുമ്പോഴൊക്കെ അവർക്കൊപ്പം ചെലവഴിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. തെരുവ് വെളിച്ചത്തിലെ ഇത്തിരി സ്ഥലത്തായി ആടും കോഴിയും താറാവും പ്രാവുകളും വളരുന്നു. പക്ഷികളെ ഇഷ്ടമുള്ളവർക്ക് പ്രാവിന്റെ പിന്നാലെ പോകാം. തീറ്റയും വെള്ളവും കൊടുത്ത് അവരെ കണ്ടിരുന്ന് സമയം പോക്കാം. അതായത് മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു മരം നിൽക്കുന്ന പോലെ നിൽക്കുക, ഒരു ഇഷ്ടിക വച്ചാൽ അവിടെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആളുകളെയാണ് കൂടുതൽ നമുക്കിവിടെ കിട്ടുന്നത്, ചിലപ്പോൾ വയലൻ്റ് ആകുന്നവർ. അപ്പോൾ ഇവരിൽ ഒരു പ്രാവിന് അരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോഴിക്ക് ഇത്തിരി അരി ഇട്ട് കൊടുക്കുക, ആടിന് ഇത്തിരി പുല്ലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആട് ഓടുന്നത് കാണുക, കോഴിയുടെ പുറകിൽ കൂട്ടിലാക്കാനായിട്ട് ഓടുക. അപ്പോൾ അവരുടെ മാനസിക നിലയിലും അല്ലെങ്കിൽ മാനസിക വളർച്ചയിലും അവരുടെ ആ ഉറങ്ങിക്കിടക്കുന്ന ആ അബോധ മനസ്സിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇതിനെയൊക്കെ വളർത്തുകയും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പാലും മുട്ടയൊക്കെ ഇവർക്ക് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതിലും വളരെ സന്തോഷമാണ്. ഇന്നത്തെ പോലെ നമുക്കറിയാമല്ലോ, പുറത്ത് പോയി പച്ചക്കറി 500 രൂപയ്ക്ക് മേടിച്ചാൽ പോലെ ഒരു ദിവസം ഇവിടെ വച്ച് കൊടുക്കാൻ നമുക്ക് തികയില്ല. അപ്പോൾ മുട്ടയുണ്ടെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങി ഇവർക്ക് കൊടുക്കാറുണ്ട്, പാലുണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു നല്ലൊരു രീതിയായിട്ട് തോന്നിയിട്ടാണ് അത് ചെയ്തത്. ആടുകളുടെ പരിപാലനം പുരുഷ അന്തേവാസികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സമയത്ത് അഴിച്ചുകെട്ടിയും പുല്ലരിഞ്ഞു നൽകിയും ഒരു കുറവും വരുത്താതെ ഇവർ ആടുകളെ സംരക്ഷിക്കുന്നു. 14 ആടുകളും 15 താറാവുകളും 30 കോഴികളുമുണ്ട് തെരുവ് വെളിച്ചത്തിൽ.
അനുവദിച്ചു നൽകിയ 15 സെന്റ് സ്ഥലം കീറിമുറിച്ച് മറ്റൊരു കെട്ടിട നിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണ് സർക്കാർ ഇപ്പോൾ. ആടും കോഴിയും താറാവുമൊക്കെ ഇനി എവിടെ വളരുമെന്ന ആശങ്കയുണ്ട് മുരുകന്. ഒരു ജൈവ പച്ചക്കറി തോട്ടം ഒരുക്കിയിരുന്നു മുരുകൻ. പുതിയ കെട്ടിടത്തിനായി അവയൊക്കെ പിഴുതെറിയപ്പെട്ടു. തെരുവുമക്കൾക്കായി ജീവിതം മാറ്റിവെക്കുന്ന മുരുകന് സ്വന്തമായും ഒരു കുടുംബമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി ഭാര്യ ഇന്ദു. മുരുകന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായാണ് ഇന്ദു ആ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. ആദ്യം എതിർത്തെങ്കിലും ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇന്ദുവിന്റെ വീട്ടുകാർ. ഇപ്പോൾ മുരുകനും ഇന്ദുവിനും കൂട്ടായി 1 വയസ്സുകാരൻ ശംഖുവുമുണ്ട്. കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കാൻ മുരുകന് സാധിക്കാറില്ല. സേവനത്തിന് വേതനമില്ലാത്തതിനാൽ കുടുംബത്തിന്റെ ആവശ്യത്തിനായി ഓട്ടോ ഓടിക്കണം. സാമൂഹിക പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും ഓട്ടോ ഓടിക്കാനും സമയം ലഭിക്കാറില്ല. വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കുടുംബജീവിതവും സാമൂഹ്യ പ്രവർത്തനവും. ഞങ്ങളുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി കല്യാണമൊക്കെ കഴിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, 1 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടി. ഹരിശങ്കർ എന്നാണ് പേര്. പിന്നെ ഭാര്യയെ എൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. പുള്ളിക്കാരിക്ക് സമയമുള്ളപ്പോൾ പുള്ളിക്കാരി വന്ന് ഇവിടെ സഹായിക്കാറുണ്ട്, പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അതിന് എതിർപ്പില്ല. പക്ഷെ പലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കുടുംബത്തേക്കാൾ പ്രാധാന്യം മുരുകന് തെരുവ് വെളിച്ചം തന്നെ. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ശിശുക്ഷേമത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് മുരുകൻ. രാഷ്ട്രപതി പ്രണബ് മുഖർജി സമ്മാനിച്ച ആ പുരസ്കാരം വലിയ അംഗീകാരമായി. സാമൂഹിക സേവനത്തിനുള്ള വേറെയും പുരസ്കാരങ്ങൾ മുരുകനെ തേടി വന്നിട്ടുണ്ട്. പക്ഷേ പുരസ്കാരങ്ങൾക്കപ്പുറം ആഗ്രഹിക്കുന്നതുപോലെ സൗകര്യങ്ങൾ ഒരുങ്ങുന്നില്ല എന്ന വിഷമമുണ്ട് മുരുകന്. പക്ഷെ കുറെ കൂടി കാര്യക്ഷമമാക്കണമെങ്കിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പങ്കാളിത്തം കുറേ കൂടി സാന്നിധ്യമാക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനത്തിൽ. കാര്യം നമുക്ക് പലപ്പോഴും ഇവിടെ കിട്ടുന്ന ആളുകളെല്ലാം തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തു നിന്നുള്ളവരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സംസ്ഥാനത്തെ ഭാഷ മനസ്സിലാക്കേണ്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ആ സംസ്ഥാനവുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് പോകണം. ഇവരെ അവിടെ എത്തിക്കണമെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ ആൾക്കാർ വേണം. ഇതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായാലേ നമുക്ക് കുറേ കൂടി കാര്യക്ഷമമാക്കാൻ പറ്റുള്ളൂ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, ദീർഘവും വിക്കഞ്ഞ ഭാരവും പൂവായി കാണും, നിറഞ്ഞ നോവിൽ നിർവൃതി കൊള്ളും. കൂടുതൽ മനുഷ്യസ്നേഹികളുടെ പങ്കാളിത്തം വേണം. സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ നേരിട്ടും ഉണ്ടാകണം. പ്രതിമാസം ഓരോരുത്തർക്കും 750 രൂപ വീതം സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുമാകുന്നില്ലെന്ന് മുരുകൻ പറയുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കാൻ ഒരു ആംബുലൻസും മുരുകൻ സ്വപ്നം കാണുന്നു. തെരുവിൽ അലഞ്ഞു നടന്ന് ഒന്നുമാകാതെ പോകേണ്ടിയിരുന്ന ഒരു കുട്ടിയുടെ വഴി മാറ്റപ്പെട്ടത് എന്തിനൊക്കെയോ വേണ്ടിയായിരിക്കും. ആ ആവശ്യകതയാണ് തെരുവോരം എന്ന സംഘടനയ്ക്ക് പിന്നിൽ. ഇനിയും അതുണ്ടാവുക തന്നെ വേണം. മുരുകന് നിരാശപ്പെടേണ്ടി വരില്ല. ന്യായമായ ആവശ്യവും സത്യസന്ധമായ പ്രവർത്തനങ്ങളും ആരും കാണാതെ പോകില്ല. നമ്മെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി എവിടെയൊക്കെയോ ജനിച്ചവർ, ജനിച്ച നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്ന് എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ വഴികളിൽ ഒറ്റപ്പെട്ടു പോയവർ. മുരുകന് നന്ദി പറയണം. തെരുവിന്റെ ഇരുണ്ട മൂലകളിൽ നിന്ന് ഈ ജീവിതങ്ങൾ തിരികെ പിടിച്ചതിൽ, ഭയവും ആശങ്കയും നിറഞ്ഞ മുഖങ്ങളിൽ ചിരി വിരിയിക്കുന്നതിൽ.